السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അടുത്ത ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്, ഒരാൾ മരിച്ചാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുമിത്രാദികൾ, മക്കളോ പിതാവോ ഭർത്താവോ ഒക്കെ ഗൾഫ് രാജ്യങ്ങളിലും മറ്റുമൊക്കെ ഉണ്ടാകും. മരണവാർത്ത കേട്ടുകൊണ്ട് അവര് മയ്യത്ത് കാണാൻ വരുന്നത് വരെ, മയ്യത്തിന്റെ അടുത്തേക്ക് എത്തുന്നത് വരെ കാത്തു നിൽക്കേണ്ടതുണ്ടോ, അതിൽ കുഴപ്പമുണ്ടോ, അത് എത്ര സമയം വരെ കാത്തു നിൽക്കാം എന്ന ചോദ്യമാണ് ചില ആളുകൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ബുഖാരി മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാം. ഉസ്രിഉ ബിൽ ജനാസ فإن تك صالحة فخير تقدمونها إليه وإن تك سوى ذلك فشر تضعونه عن رقابكم. ജനാസയെ നിങ്ങൾ എന്ത് ചെയ്യണം? ധൃതിയിൽ കൊണ്ടുപോകണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മരിച്ചാൽ അധികം സമയം വെക്കരുത്, പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒഴിവാക്കണം, അതിനെ ഖബർ അടക്കണം. കാരണം രണ്ട് കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈൻ തകു സ്വാലിഹ, ഒരു സ്വാലിഹായ മയ്യത്താണെങ്കിൽ അതിന് കിട്ടുന്ന സുഖാനുഭൂതികളെ, ഖൈർ, ബർക്കത്ത്, അതിലേക്ക് എന്ത് ചെയ്യണം? ആ സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എന്ത് ചെയ്യണം? അതിനെ പെട്ടെന്ന് നമ്മൾ നീക്കണം. അതല്ല, ഇനി അത് മോശമാണെങ്കിൽ, ഒരു ചീത്ത മയ്യത്താണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു കാഫിറിന്റെ മയ്യത്താണെങ്കിൽ അതിനെ വേഗം എന്ത് ചെയ്യണം? നമ്മുടെ തോളിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ്. അപ്പൊ രണ്ട് കാരണം കൊണ്ടും, ഫൈൻ തകു സ്വാലിഹ, അതുപോലെ തന്നെ ഫശറുൻ, മോശമാണെങ്കിലും സ്വാലിഹത്താണെങ്കിലും എന്ത് ചെയ്യണം? ധൃതിയിൽ മയ്യത്തിനെ നമ്മൾ ഒഴിവാക്കണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ മരിച്ചാൽ ഉടനെ മറവ് ചെയ്യുക, അതാണ് സുന്നത്ത്. എന്നാൽ ഈ ചോദ്യത്തിൽ ഉന്നയിച്ചതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ മറ്റുള്ള രാജ്യങ്ങളിൽ ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി പോയതാകാം. മരണപ്പെട്ടത് ചിലപ്പോൾ വാപ്പയാകാം, ഭാര്യയാകാം, മക്കളാകാം. അങ്ങനെയുള്ള ആളുകൾ അവസാനമായിട്ട് കാണാൻ ആഗ്രഹം ഉണ്ടാകും. അവിടെയാണ് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ശാഫിഈ പണ്ഡിതനാണ്, അദ്ദേഹം പഠിപ്പിച്ചത് യുസ്തഹബ്ബു തഅജീലു ജനാസ ഇദാ തയഖന മൗതുഹു ഇല്ലാ അൻ യൂജദ സബബുൻ യുൻതദറു ലഹു കഇൻതിദാരി ഖറാബത്തിൻ ലഹു യുർജാ ഹുദൂറുഹു വനഹ്വി ദാലിക്. അദ്ദേഹം പറഞ്ഞത്, ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് ഉടനടി മറവ് ചെയ്യുക, അതാണ് സുന്നത്തായ കാര്യം, അതാണ് വളരെ നല്ല കാര്യം. എന്നാൽ പിന്നെ വളരെ അടുത്ത ബന്ധുക്കൾ കാണാൻ ഉണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ പ്രത്യേകമായ കാരണങ്ങൾ ഉണ്ട് എങ്കിൽ അതിനായി നമ്മൾ പിന്നെ മയ്യത്ത് മറവ് ചെയ്യാതെ കാത്തിരിക്കുക എന്നുള്ളത് അനുവദനീയമായ വിഷയം എന്നതാണ് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചത്. ആരും കാണാനൊന്നുമില്ല, ആരും വരാനൊന്നുമില്ല, അങ്ങനത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് പെട്ടെന്ന് മറവ് ചെയ്യാം. എന്നാൽ വേണ്ടപ്പെട്ട ബന്ധുമിത്രാദികളോ അതുപോലെയുള്ള മറ്റു കാരണങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ ചിലപ്പം സമയം നമ്മൾ വെക്കുന്നതിൽ എന്തില്ല, കുഴപ്പമില്ല എന്നതാണ് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചത്. ഇനി മഹാനായ ഇബ്നു ഖുദ്ദാമ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ വാക്ക്, അദ്ദേഹം ഹംബലി മദ്ഹബാണ്. വയുസ്തഹബ്ബു തഅജീലു ദഫനി ഇദാ തുയഖിന മൗതുഹു ഇല്ലാ അൻ യുൻതദറ ഗായിബുൻ ലഹു ഖറാബത്തു യുർജാ ഖുദൂമുഹു ഇല്ലം യതഗയ്യർ വയുഖ്ശാ മിൻ തഗയ്യുരിഹി ലം യുൻതദർ. മരണം ഉറപ്പായാൽ മയ്യത്തിനെ ഉടൻ മറവ് ചെയ്യണം, അതാണ് നല്ലത്, അതാണ് സുന്നത്തായ കാര്യം, അതാണ് ശ്രേഷ്ഠമായ കാര്യം. എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. എന്നാൽ വിദൂരത്തുള്ള ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ടവർ, അവർ എത്താൻ സാധ്യത ഉള്ളവരാണ് എങ്കിൽ, മയ്യത്തിന് കേടുപാടുകളൊന്നും സംഭവിക്കുകയില്ല എങ്കിൽ, അങ്ങനെ ഉറപ്പുണ്ട് എങ്കിൽ, കുറച്ചു നേരം കാത്തു വെച്ച് കഴിഞ്ഞാൽ മയ്യത്തിന് പ്രത്യേക കേടുപാടുകളൊന്നും സംഭവിക്കുകയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അത് അനുവദനീയമായ വിഷയമാണ്. പക്ഷേ വയുഖ്ശാ മിൻ തഗയ്യുരി ലം യുൻതദർ, മയ്യത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ അതിനെന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ കാത്തുവെക്കാൻ പാടില്ല, വരുന്നവരെ നമ്മൾ കാത്തിരിക്കാൻ പാടില്ല, പെട്ടെന്ന് മറവ് ചെയ്യണം എന്നതാണ് മഹാനായ ഇബ്നു ഖുദ്ദാമ, അദ്ദേഹം ഹംബലി മദ്ഹബിൽപ്പെട്ടതാണ്, അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത്. ഇനി സൗദി അറേബ്യയിലെ പണ്ഡിത സമിതിയായ ലജ്നതു ദായിമ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്, അസ്സുന്നത്തു തഅജീലു ബിതജ്ഹീസിഹി വസ്സലാത്തി അലൈഹി വദഫ്നിഹി വലാ യജൂസു തഅഖീറു ദാലിക ഇല്ലാ ലിഉദ്രിൻ ശർഈൻ. മയ്യത്ത് നമ്മൾ പെട്ടെന്ന് കുളിപ്പിക്കലും അതുപോലെയുള്ള കഫൻ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സജ്ജമാക്കി നമസ്കരിച്ച് ഉടൻ മറവ് ചെയ്യണം, അതാണ് സുന്നത്തായ കാര്യം. എന്നാൽ ശർഈയായ എന്തെങ്കിലും അനുവദിക്കപ്പെട്ട കാരണങ്ങളുണ്ട് എങ്കിൽ വൈകിപ്പിക്കുന്നത് അനുവദനീയമാണ്, വൈകുന്നത് അനുവദനീയമായ ഒരു കാര്യമാണ് എന്നതാണ് ഈ വിഷയത്തിൽ ലജ്നതു ദായിമ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഹനഫി പണ്ഡിതനായ മഹാനായ ഇമാം കാസാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിച്ചത്, വയുസ്തഹബ്ബുൽ ഇസ്റാഉ ബിൽ ജനാസതി ഇദാ ലം യുഖ്ശാ തഗയ്യുർ ലിഅന്ന ഫീ ദാലിക തഅളീമൻ ലിൽ മയ്യിതി വറാഹത്തൻ ലി അഹ്ലിഹി.
ഏറ്റവും ഇഷ്ടമുള്ള നല്ല കാര്യം മയ്യത്ത് ഉടനെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. പക്ഷേ ദേഹത്തിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കാത്തിരിക്കാം. കാരണം അത് മരിച്ച കുടുംബത്തിന് ഒരു ആശ്വാസമാണ്. അപ്പോൾ ദൂരെയുള്ള ആളുകളൊക്കെ വന്ന് കാണാൻ അവസാനമായിട്ട് നോട്ടം നോക്കുക, അതൊരു സന്തോഷം, ഒരു ആശ്വാസം കിട്ടുന്ന ഒരു കാര്യമാണല്ലോ. മയ്യത്തെങ്കിലും കണ്ടല്ലോ എന്നൊരു അവസ്ഥ. അപ്പം അത് പിന്നെ എന്ത് ചെയ്യാം, അനുവദിക്കപ്പെട്ട വിഷയമാണ് എന്നുള്ളതാണ് ഇമാം കാസാനി ഹനഫി പണ്ഡിതനായ അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി അടക്കമുള്ള പണ്ഡിതന്മാരെല്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ഇതിൽ നിന്ന് ആകത്തുക നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിഷയത്തിൽ ഉടൻ മറവ് ചെയ്യണം എന്ന കൽപ്പനയാണ്, നിർദ്ദേശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബുഖാരി മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ്. അതുതന്നെയാണ് എല്ലാ പണ്ഡിതന്മാരും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ ശരീരത്തിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിൽ ഈ വേണ്ടപ്പെട്ട ബന്ധുമിത്രാദികൾ വന്ന് കാണുന്നതിനോ അതുപോലെയുള്ള മതം അനുവദിച്ച കാരണങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കാത്തുവെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നതാണ് ഇമാം കാസാനിയെ പോലെയുള്ള, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാരും അതുപോലെ തന്നെ സൗദിയിലെ ലജ്നത്ത് ദായിമയും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത്. അത് അനുവദനീയമായ വിഷയമാണ് എന്നതാണ്. എന്നാൽ പിന്നെ കുറേ സമയം ദേഹത്തിന് പിന്നെ എന്താ പറയുക, കേടുപാടുകൾ സംഭവിക്കുന്ന രൂപത്തിലൊക്കെ നമ്മൾ കുറേ സമയം ആവശ്യമില്ലാതെ കാത്തിരിക്കുക എന്നുള്ളത് പൊതുവെ എല്ലാ മദ്ഹബുകളും അത് തെറ്റായ കാര്യം തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹു അഅലം, അല്ലാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.